കാന്താരി തിങ്കളും കരിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അങ്ങേയപ്പുറം ചെറുവത്തേരിയിലും ചാന്ദിനിയുടെ ഉള്ളവും തങ്ങളുടെ ആ പ്രണയകാലത്തെ ചുറ്റിപ്പറ്റി കണ്ണു നിറച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നാളെ വരുന്നവനെ കാത്തുറക്കം വരാതെ കിടന്നു. അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പാർത്തി തിരിച്ച് കടയിലേക്ക് പോയില്ല. എങ്ങനെ പോവും? ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടി അവൻ വന്നിരുന്നപ്പോൾ ചോരെടുത്ത് വെച്ചൊന്നും തിരിഞ്ഞ ചാന്ദിനി ദേ പോന്നു, തലയിൽ കൈയും വെച്ച് താഴോട്ട്. പക്ഷേ താഴെയൊന്നും വീണില്ല. അപ്പോഴേക്കും പാർത്തി പിടിച്ച് കസേരയിൽ ഇരുത്തി. അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയി വരാമെന്ന് പറഞ്ഞ് ചെക്കൻ ചാടി എഴുന്നേറ്റെങ്കിലും ചാന്ദിനി അവനെ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. ഈ തലകർക്കം വേറൊന്നും കൊണ്ടല്ല, ഇത്ര നാളൊന്നും ചെയ്യാതിരുന്നുകൊണ്ട് ഇന്ന് മുറ്റത്തെ കുറച്ച് പുല്ലുകൾ നിൽക്കുന്നുണ്ട്. അതും പറിച്ച് മുറ്റം അവിടേക്കൊന്ന് വൃത്തിയാക്കി വീണ് നന്നായി മിനിക്ക് വന്നപ്പോൾ നല്ല ക്ഷീണമായി ചാന്ദിനിക്ക്. കൂടെ പാർത്തി വരെ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഒന്ന് മര്യാദക്ക് നേരെ നിന്നിട്ട് പോരെ പണിയെടുക്കലെന്ന് ചോദിച്ച് അവൻ ഒച്ചയെടുക്കുമ്പോൾ പിന്നെ അതുവരെ ഈ വീടും പരിസരവും വൃത്തിയാടി കിടക്കുന്ന ഞാൻ നോക്കിൽക്കണമെന്ന് ചാന്ദിനിയും തിരിച്ചു ചോദിച്ചു. അത്യാവശ്യം വൃത്തിയിലൊക്കെ ഞാൻ ഈ വീടിട്ടുണ്ടെന്ന് ചെക്കൻ വീമ്പിളക്കുമ്പോൾ നിന്റെ വൃത്തി എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ചാന്ദിനിയും ഞൊടിഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് തല്ലായിയാണ് അമ്മായി മോന് ഭക്ഷണം കഴിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വഴക്കേറുന്നെങ്കിലും പാർത്തി താനെയും തിരിച്ച് കടയിലേക്ക് പോയില്ലെന്ന് ഉറപ്പിച്ചു. ജാഫറിനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ ഫോണമെടുത്ത് മുറിയിലേക്ക് പോകുമ്പോൾ ചാന്ദിനി ഹാളിലിരിക്കുകയാണ്. നോട്ടം ചുമരിലെ ക്ലോക്കിലേക്ക് പോയി. ഉച്ചയ്ക്ക് 2 മണി. അനിയേട്ട ഇന്ന് വരാമെന്ന് പറഞ്ഞല്ലേ? ഉള്ളിലെ പിടപ്പോടെ തന്നെ ചന്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ ഉറങ്ങാത്തിന്റെയും ഇന്ന് രാവിലെ പണിയെടുത്തിന്റെയും ക്ഷീണത്തിൽ പതിയെ കണ്ണുകൾ അടഞ്ഞുപോയി. ചന്തു! പാർത്തിയുടെ അലറിക്കൂവി മുറിയിൽ നിന്നുള്ള വരവിൽ അനിയേട്ട എന്നൊരു വിളിയോടെ ചന്തി ഞെട്ടി എഴുന്നേറ്റ് അവനെ നോക്കി. മുന്നിലുള്ളവന്റെ കണ്ണ് രണ്ടത് കേട്ടൊന്ന് കൂർത്തു. കൂടെ ചുണ്ടിലൊരു കള്ളച്ചിരിയും. ചന്തു ആകെ ചമ്മിപ്പോയെന്ന് തന്നെ പറയാം. നിനക്ക് എന്താ പാച്ചു? മനുഷ്യനൊന്ന് കണ്ണടക്കാൻ സമ്മതിക്കില്ല അവൻ. ആ ചമ്മൽ മറക്കാൻ ഒരു ചാടിക്കടിക്കലും. കണ്ണടക്കേ സ്വപ്നം കാണണമെന്ന് പറ. എനിക്കറിയില്ലേ ഞാനിനി എന്തൊക്കെയാണ് കാണേണ്ടി വരികയെന്ന്. മുകളിലേക്ക് കൈ 2 ഉയർത്തി അവൻ പറയുമ്പോ പാടാ അവിടുന്ന്. ചാന്ദിനി നാണത്തോടെ ഒന്ന് ചിരിച്ചുപോയി. തന്റെ അമ്മയുടെ മുഖത്ത് കാണുന്ന ഈ ഭാവങ്ങൾ പാർത്തി ശരിക്കും കണ്ണും വിടർത്തിയാണ് നോക്കിയത്. ദേ ചന്തുവിന്റെ കാവുകളൊക്കെ ചുവന്നിരിക്കുന്നു. ഇത്ര നാൾ അമ്മ മനസ്സോർന്ന് ചിരിച്ചിട്ടുണ്ടെന്ന് പാർത്തി കരുതിയിരുന്നു. അല്ല, ഇപ്പോഴാണ് മനസ്സോർന്ന് തന്നെ അമ്മ എത്രയും സന്തോഷത്തിൽ ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക സൗന്ദര്യം പാർത്തി ഇപ്പോൾ അവന്റെ അമ്മയുടെ ചിരിയിൽ നിന്ന് കാണുന്നത്. അല്ലെങ്കിൽ തന്നെ ഉള്ള പ്രായം അമ്മയ്ക്കുണ്ടെന്ന് ആരും പറയില്ല. ഇപ്പതേ ഈ ചിരി കൂടെ കണ്ടാലേ ആരെങ്കിലും പിടിച്ച് സ്കൂളിൽ ചേർത്ത് കളയും. ചേടാ എങ്ങനെയുണ്ട് ഒരു ബ്ലഷിങ്? പാർത്തി പിന്നെയും ചാന്ദിനെ കളിയാക്കുമ്പോൾ ഈ ചക്കര ഞാനിന്ന് എന്ന് പറഞ്ഞ് കപട ദേഷ്യത്തോടെ അഴിഞ്ഞുപോയ മുടിയും വാരിക്കെട്ടി ചാന്ദിനി വരുമ്പോൾ അമ്മയെ നേരിടാൻ അവനും റെഡിയായി കഴിഞ്ഞു. ഞാനേ ഒരു ചിക്കൻ കടലിന്റെ റീല് കണ്ട് എഴുന്നേറ്റ് വന്നാ ഞാനേ ഉണ്ടാകാൻ പോവാ, വേണമെങ്കിൽ വായോ. തല്ലിക്കൊണ്ടിരുന്ന ചന്തുവിന്റെ അടിയൊക്കെ കൈവച്ച് തടഞ്ഞു മടുത്തവൻ അമ്മയുടെ കൈ രണ്ടും പിടിച്ച് ശുണ്ടിയോടെ പറഞ്ഞിർത്തുമ്പോൾ ഞാനും ഉണ്ടെന്ന് ചാന്ദിനിയും ചുണ്ടുകൂർപ്പിച്ച് സമ്മതിച്ചു. അങ്ങനെ അമ്മയും മോനും അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഇത്ര നേരം ഈ തലയിലൊക്കെ എന്ത് എന്ന പോലെ നോക്കി ഹാളിൽ കിടക്കുന്നുണ്ടായിരുന്ന മന്മൊഴിനേറ്റ് ആർക്ക് പുറകെ തന്നെ പോയി. ഇന്നലെ വാങ്ങിച്ച ചിക്കനിൽ ബാക്കിയുണ്ടായിരുന്ന ബോൺലെസ് പീസുകൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പാർത്തി പുറത്തേക്ക് വെക്കുമ്പോൾ അടുക്കള പുറത്ത് കിടപ്പുണ്ടായിരുന്ന സുന്ദരനും പുഷ്പവും കൂടെ അകത്തേക്ക് കയറി വന്നു. തിങ്കളില്ലാത്തപ്പോൾ സുന്ദരൻ ഇപ്പോൾ പുഷ്പുവിന്റെ കൂടെ ഇവിടെയാണ്. കുറച്ച് മീൻ വറുത്ത് തന്നതിന്റെ ബന്ധമുള്ളതുകൊണ്ട് പാച്ചു അവനായിട്ട് കോംപ്രമൈസിലായിട്ടുണ്ട്. കോംപ്രമൈസ് ഒക്കെ നടന്നുകൊണ്ടാണാവോ പുഷ്പവും സുന്ദരനും കുറച്ച് കുഞ്ഞിക്കാലുകൾ അധികം വൈകാതെ ഈ വീട്ടിൽ ഓടി നടത്തിക്കാനുള്ള പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ചാന്ദിനി കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ അരിയാൻ കൊടുത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന എല്ലാം പാർത്തി തന്നെയാണ്. ഇടക്കൊക്കെ ചെക്കന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മൂട് വരൂ. അപ്പൊ അവനത് ചെയ്യുകയും വേണം. പുഴുങ്ങിയെടുത്ത ഉരുളൻ കിഴങ്ങ് ഉടച്ചു വെച്ച് അതിനൊപ്പം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനും മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ചാന്ദിനി അരിഞ്ഞെന്ന സാധനങ്ങളും ചേർത്ത് കഴിഞ്ഞതും പാർത്തി നോക്കുമ്പോൾ അമ്മ ചായ വെക്കാൻ പോകുന്നുണ്ട്. അവൻ കത്തിച്ച സ്റ്റൗവിലേക്ക് പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. മിക്സർ കട്ട്ലേറ്റിന്റെ ഷേപ്പ് വെച്ച് ഉരുട്ടിയെടുത്ത് അവൻ അടിച്ചു വെച്ച മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രാസിൽ പുരട്ടി എണ്ണയിലേക്ക് ഇടുമ്പോൾ എന്ന് വന്ന ശബ്ദത്തിൽ പാർത്തി ഒന്ന് ചിരിച്ചു. 4 എണ്ണം വെച്ചാണ് ഓരോ ട്രിപ്പിലും ഇടുന്നത്. 2ാമത്തെ ട്രിപ്പിട്ട് ചാന്ദിനിയോട് നോക്കാൻ പറഞ്ഞവ തിരിഞ്ഞു നോക്കുമ്പോൾ അവളൊന്ന് സംശയിച്ചു. നീ ഇതുവരെ ഉരുട്ടി കഴിഞ്ഞില്ലേടാ? ചാന്ദിനി കട്ട്ലേറ്റ് പാത്രത്തിലേക്ക് മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ ദോ അവൻ ആ കട്ട്ലേറ്റിന്റെ മിക്സർ ലവ് ഷേപ്പിൽ റെഡിയായി കൊണ്ടുവന്നിരിക്കുന്നു. ഇതെന്റെ തങ്കിക്ക് സ്പെഷ്യൽ. ഒന്നിളിച്ചുകൊണ്ടുള്ളവന്റെ കണ്ണിറുക്കി ചിരിയിലേക്കും കട്ട്ലേറ്റിലേക്ക് നോക്കി ചാന്ദിനി അമർത്തി മൂളി. ഓ അമ്മയുടെ അനിയേട്ടൻ വരുന്നുണ്ടി പറ, അനിയേട്ടൻ കൂടെ ഉണ്ടായിത്തരാം ഞാൻ. കണ്ണൊന്ന് കൂർപ്പിച്ചക്കം പറഞ്ഞതേ ചന്തുവിന്റെ മുഖം ചുവന്ന് വരുന്നുണ്ട്. ആ ചുണ്ട് കടിച്ചു പിടിച്ചിരിച്ചു. കട്ട്ലേറ്റെല്ലാം റെഡിയായി കഴിഞ്ഞ് ചാന്ദിനി സ്റ്റൗ ഓഫ് ചെയ്യുമ്പോൾ പാച്ചുവന്റെ ചായ പകർത്തി എടുക്കുന്നുണ്ട്. ഷോ എന്റെ തങ്കി തന്നെ അവിടെ കാണാതെ വിഷമിക്കാവോ? ചായ കയ്യിലെടുത്തുകൊണ്ടുള്ളവന്റെ സങ്കടം പ്രസിൽ. പാർത്തി പെറ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നത് തിങ്കൾ വരുന്ന സമയത്താണ്. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയാൽ നേരെ അവളുടെ ഫാക്ടറിയിലേക്ക് അവിടെ പോയി പെണ്ണിന്റെ സ്കൂട്ടിയുടെ പുറകെ എസ്കോർട്ടായിട്ട് വരികയാണ് പതിവ്. പിന്നെ ഇന്ന് നീ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോള് സമാധാനമായിട്ട് വീട്ടിലേക്ക് വരും.
ചാന്ദിനി അവനെ പുച്ഛിച്ചുകൊണ്ട് ചൂടാറിയ കട്ട്ലേറ്റും കുറച്ച് മൻമുവിനും പുഷ്പുവിനും സുന്ദരനും കൊടുത്തു. വേണ്ടമ്മ, എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇത്. നീ പോടാ. ചാന്ദിനി അവനെ വീണ്ടും പുച്ഛിക്കുമ്പോൾ ചെക്കൻ കണ്ണുരുട്ടി നോക്കി. തിങ്കളിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി എടുത്തു വെച്ചില്ലേ നീ? പിന്നല്ല, അത് ഞാനെടുത്ത് വെക്കാതിരിക്കോ? അമ്മ നോയിക്കോ, ഏതിലും പിടിച്ച് ഞാൻ കയറും. എടുത്തു വെച്ച കട്ട്ലേറ്റ് കാണിച്ചു കൊടുത്ത അവൻ പുരികം പൊക്കി. ഓ പിന്നെ, അവൾ കട്ട്ലേറ്റ് കാണാൻ കിടക്കാണല്ലോ, ഒന്ന് പോടാ. ദേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നെഗറ്റീവ് അടിക്കരുതെന്ന്. ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് കഴുകി വെക്കുന്ന ചാന്ദിനിയെ നോക്കി വീണ്ടും പാർത്തി പറയുമ്പോൾ തന്നെയാണ് പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്നത്. ഇതാരാ ഇപ്പോ? പാർത്തി സംശയത്തോടെ ചോദിക്കുമ്പോൾ ചാന്ദിനിയുടെ നെഞ്ചം തുടിച്ചു. ഞാൻ പോയി നോക്കാടാ പറഞ്ഞുകൊണ്ട് ചാന്ദിനി അങ്ങ് പോകുമ്പോൾ അതപ്പോൾ പ്രവീൺ ആന്റി ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ച് അവൻ അവിടെ തന്നെ ചായയും കുടിച്ച് നിന്നു. ബെല്ലടിച്ചു കഴിഞ്ഞ് ആ വാതിലും തുറന്ന് തന്റെ പ്രിയപ്പെട്ടവർ പുറത്തേക്ക് വരുന്ന കാലത്ത് അക്ഷമയോടെ നിൽക്കുകയാണ് അനിരുദ്ധൻ. ആരുമില്ല അവന്റെ കൂടെ. തന്റെ പെണ്ണിനെയും മകനെയും കാണാൻ അവൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഇവരെ തന്നിൽ നിന്ന് അകറ്റി ആരുടെയും സമ്മതവും വേണ്ട, സാമീപ്യം ഇവരെ കാണാൻ വരുമ്പോൾ എനിക്ക് വേണ്ടെന്നുള്ളത് അനിരുദ്ധന്റെ തന്നെ തീരുമാനമായിരുന്നു. അവിടുന്ന് പുറപ്പെടുമ്പോൾ സുജാത കൂടെ വരെ ഒരുപാട് പറഞ്ഞു നോക്കി. തന്റെ കൂടെ വരണ്ടെന്ന് അവൻ തീർത്ത് പറഞ്ഞു. പിന്നെ അവർക്ക് എതിർക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടേക്കുള്ള വഴിയറിയാൻ അനിരുദ്ധന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. എന്നാലും സുരേന്ദ്രൻ എന്ന് വിളിച്ചു ചോദിച്ചു. വീട് പറഞ്ഞെന്ന് ഞാൻ കൂടെ വരണമെന്ന് ചോദിച്ചാണ് അയാൾ. വേണ്ട, എന്റെ മോനെയും ചന്തുനെയും ഞാൻ പോയി കണ്ടോളാം എന്ന് യാതൊരു പതർച്ചയില്ലാതെ ഉറപ്പോടാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ സുരേന്ദ്രൻ ശരിക്കും ഞെട്ടിയെന്ന് സത്യം. പ്രണവും ഇതും വഴി പാർട്ടിയുടെ കാര്യമറിഞ്ഞെങ്കിലും വീട്ടിൽ അവൻ പറഞ്ഞ മട്ടില്ല. അനിരുദ്ധൻ സാർ അച്ഛനോട് പറയട്ടെ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അറിഞ്ഞോളുമെന്ന് അവനും വിചാരിച്ചു. അനിരുദ്ധൻ ആ മുറ്റൊന്ന് ചുറ്റുപാടും നോക്കി. മനോഹരമായ സ്ഥലവും വീടും. അപ്പുറത്ത് കാണുന്ന ഓട് വീട് ആരുടെയാണെന്ന് അവൻ ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും വാതിലിന്റെ സാക്ഷിയെടുക്കുന്ന ശബ്ദം അനിരുദ്ധന്റെ കാതിലെത്തി. ഒരു നിമിഷം ഇത്ര നേരമില്ലാത്തൊരു കുളിര് തന്റെ ദേഹമാകെ പൊതിയും പോലെ തോന്നിയ അനിരുദ്ധന്. ആരായിരിക്കും വാതിൽ തുറക്കുന്നത്? തന്റെ മോനായിരിക്കുമോ? പാർട്ടിയുടെ ബൈക്ക് അവിടെ ഇരിക്കുന്നത് മുന്നേ ശ്രദ്ധിച്ചിരുന്നു അനിരുദ്ധൻ. അല്ലെങ്കിൽ തന്റെ ചന്തുവായിരിക്കും. അവനത് ഓർത്തു നിൽക്കുമ്പോൾ തന്നെയാണ് അനിരുദ്ധന്റെ മുന്നിൽ ആ വാതിൽ തുറക്കപ്പെട്ടത്. പ്രതീക്ഷിച്ച ആളാണ് മുന്നിൽ നിൽക്കുന്നെങ്കിലും കണ്ണുകൾ രണ്ടും പിന്നെയും കലങ്ങി ചന്തുവിന്റെ. നെഞ്ചിൽ വല്ലാത്തൊരു നോവ് കനക്കും പോലെ. എന്നാൽ അവിടെ അനിയേട്ടനെ നോക്കി ഉള്ളിലെ എല്ലാ വികാരങ്ങളും അടക്കി ചുണ്ട് കടിച്ചു പിടിച്ച് ചാന്ദിനിയൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അനിരുദ്ധന്റെ ചുടികളും വിടർന്നിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂ നിറത്തിൽ പോളോ ഷർട്ടും ബ്ലാക്ക് ലിനൻ പാന്റുമാണ് അനിരുദ്ധന്റെ വേഷം. കണ്ണിലെ ഷെയ്ഡാവും ഷർട്ടിന് മുന്നിലായി ഹാങ് ചെയ്തിട്ടുണ്ട്. വാച്ച് കിട്ടിയ രോമാവൃതമായ കയ്യിലൊരു വലിയ കവറും പിടിച്ചാണ് നിൽപ്പും. ലൈറ്റ് യെല്ലോ കളർ കോട്ടൺ ചുരിദാറിൽ യാതൊരു സമയങ്ങളുമില്ലാതെ മുടിയൊന്നാകെ ഒരു ക്രാബ് ഉപയോഗിച്ച് ഉയർത്തി കെട്ടിവെച്ച് അനിരുദ്ധനിലേക്ക് മാത്രം നോട്ടം ഉറപ്പിച്ച ആ വാതിൽ പടിയിൽ ചാരിയാണ് ചാന്ദിനി നിൽക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചൊരു കണ്ടുമുട്ടൽ ഉണ്ടായിരുന്നെങ്കിലും ചന്തു മര്യാദക്കൊന്നും അവിടെ അനിയേട്ടനെ നോക്കിയിരുന്നില്ല. അങ്ങനെ അവന് നോക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ലല്ലോ. പ്രതീക്ഷിക്കാത്ത സമയത്തൊരു കണ്ടുമുട്ടൽ, ആക്സിഡന്റ്. മറ്റാർക്കറിയില്ലെങ്കിലും അച്ഛന്റെയും മകന്റെയും നേർക്കുനേരെയുള്ള നോട്ടവും നിൽപ്പും, പാച്ചുവിന്റെ ദേഷ്യം, അനിയേട്ടന്റെ പെരുമാറ്റം എല്ലാം കൂടിയായി അന്നാകെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയി ചന്തു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ശാന്തമാണ് ചാന്ദിനിയുടെ ഉള്ളം. പാച്ചുവിനോടെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു. അനിയേട്ടന് വേണ്ടി അടുത്തൊരു ജന്മത്തിലേക്കുള്ള കാത്തിരിപ്പ് ഈ ജന്മത്തിൽ തന്നെ അവസാനിക്കാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ ചാന്ദിനിക്ക് അനിരുദ്ധന് ഇതൊരു കാത്തിരിപ്പായിരുന്നില്ല. ഒരിക്കലും കിട്ടില്ലെന്നറിഞ്ഞിട്ടും മറ്റൊരു പാതിയെ സ്വീകരിക്കാൻ കഴിയാതെ ഇരുവരും ഈ ജീവിതം തങ്ങളുടെ പ്രണയകാല ഓർമ്മകൾ ജീവിച്ച് തീർക്കാനാണല്ലോ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് തോന്നുന്നു കഴിഞ്ഞുപോയ വർഷങ്ങളൊന്നും ഈ നിമിഷം അവർക്കൊന്നും അല്ലാത്ത പോലെ തോന്നി. പഴയ 22-കാരനല്ല അനിരുദ്ധൻ ഇപ്പോൾ. അതുപോലെ തന്നെ പഴയ ധാവണിക്കാരുമല്ല ചാന്ദിനിയും. കാലം അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും ഹൃദയം ഇപ്പോഴും ആ 22-കാരിലും ധാവണിക്കാരിലും കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്കിടയിൽ ആകെ വന്നൊരു മാറ്റം അവനല്ലേ, പാർത്തി. അവരെ സമ്മതിക്കുന്ന ഏറ്റവും വലിയ മാറ്റം. എന്നാ തീ കുളിക്കുന്നില്ലേ ചന്തു? നിമിഷങ്ങൾക്കപ്പുറം അനിതന്റെ കുഞ്ഞൊരു പരിവത്തോടെയുള്ള ചോദ്യത്തിൽ ചാന്ദിനി അവനെ കണ്ണൊന്ന് കൂർപ്പിച്ച് നോക്കി. കാര്യവാനിയേട്ടാ. കവളിലൂടെ ഒഴുകിയ മിഴിനീരിനെ ചൂണ്ടുവിരലാൽ തൂത്തുകളഞ്ഞ് അവൾ വിളിക്കുന്നേരം കാലിലെ ഷൂരി അവൻ പൂമുഖത്തേക്ക് കയറി. നമ്മുടെ മോനെന്തേ? ചാന്ദിനി തിരിഞ്ഞകത്തേക്ക് കയറും മുന്നേ അനിരുദ്ധന്റെ ചോദ്യം പിന്നെയും എത്തിയത് അവൾ ഞെട്ടിയവനെ നോക്കി. അവനെ കണ്ടിട്ടും ഞാനൊന്നും അന്വേഷിച്ചു പോകില്ലെന്ന് നീ കരുതിയോ ചന്തു? അത്രയേറെ വേദന തിങ്ങി നിറഞ്ഞവന്റെ സ്വരം. ആ ഉള്ളിലെ നോവ് മനസ്സിലാക്കിയ ചാന്ദിനിയുടെ മുഖവും ചുവന്നു. പരസ്പരം ഇടഞ്ഞ അവരുടെ കണ്ണുകൾ ഒരുപോലെ കലങ്ങി നിറഞ്ഞു. അനിയേട്ടാ. സങ്കടം തിങ്ങി നിറഞ്ഞ അവളുടെ വിളി. അവനറിയോ ഇടറിപ്പോയ വാക്കുകൾ? ഇന്നലെ ഞാൻ പറഞ്ഞു. അത്രയേ പറയാൻ പറ്റിയുള്ളൂ. ആ നിമിഷം തന്നെയാണ് ആരാ വന്നേ അമ്മ എന്നൊരു ചോദ്യത്തോടെ പാർത്തിയുടെ വരവ്. വേറൊന്നുമില്ല, ചായ കൂടി കഴിഞ്ഞ് അവൻ കപ്പ് കഴുകി വെക്കുമ്പോഴൊന്നും പ്രവീണ വന്ന സംസാരമൊന്നും കേട്ടില്ലെന്ന് മാത്രമല്ല, വേറെ ശബ്ദങ്ങളും കേൾക്കുന്നില്ല. അനിരുദ്ധനകത്തേക്ക് കയറാത്തതിനാൽ അടുക്കളയിൽ നിന്ന് വരുന്ന പാർത്തി അവനെ കണ്ടിട്ടില്ല.
പക്ഷെ അവന് മുന്നിൽ പോയ മന്മു തന്റെ അമ്മയുടെ അടുത്ത് അപരിചിതനായ ഒരാളെ കണ്ട് കുരച്ചുകൊണ്ട് അങ്ങോട്ട് പാഞ്ഞു. പെട്ടെന്നായതുകൊണ്ട് അനിരുദ്ധനും ചന്തു ആ കുരയിൽ പകച്ചു നിൽക്കുമ്പോൾ പാർത്തി അവന്റെ ചന്തുവിന്റെ അനിയേട്ടനെ കണ്ടു കഴിഞ്ഞു. മന്മു സ്റ്റാ. അടുത്ത നിമിഷം തന്നെ ഉയർന്ന പാർത്തിയുടെ ഉറച്ച ശബ്ദം. മന്മുവിന്റെ കുര നിന്നു. അവൻ തിരിഞ്ഞ് പാർത്തിയെ നോക്കി. വന്നിരിക്കുന്നത് തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് മനസ്സിലായതും കുതിച്ചു വന്നവൻ വാലും മടക്കിയാട്ടി അപ്പുറത്തേക്ക് ഒതുങ്ങി നീങ്ങി സെറ്റിയുടെ അടിയിൽ പോയി കിടന്നു. അനിരുദ്ധന്റെ മിഴികൾ അന്നേരം പാർത്തിയിൽ മാത്രമാണ്. ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവൻ എത്ര നോക്കിയിട്ട് ആൾക്ക് മതിയാവുന്നില്ല. പാർത്തി പക്ഷെ ഒരു പ്രാവശ്യം മാത്രമേ അനിരുദ്ധനെ നോക്കിയുള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്ര പെട്ടെന്ന് അനിരുദ്ധനെ കണ്ടതിനപ്പുറം താൻ ആരാണെന്നുള്ള കാര്യം ആളും അറിഞ്ഞിട്ടുണ്ടെന്ന് ആരും പറയാത്തതിന് ആ മുഖം കണ്ട് അവനും മനസ്സിലായി. അതുകൊണ്ടാണെന്നറിയില്ല ചെക്കന് വല്ലാത്തൊരു പരിഭ്രമം. അനിരുദ്ധന്റെ ഈ നോട്ട് അവൻ അങ്ങനെ പിടിച്ചൊന്ന് കുലുക്കി കളഞ്ഞു എന്ന് തന്നെ പറയാം. അന്ന് അങ്ങേര് നോക്കി പേടിപ്പിച്ചിട്ട് ഒരു കുലുക്കില്ലാതെ നിന്നവനാണ് ഇന്ന് ഈ മുന്നിൽ നിൽക്കാൻ കഴിയാതെ ആ നോട്ടത്തെ നേടാൻ കഴിയാതെ പരവേശപ്പെടുന്നത്. അയ്യേ, പാർത്തിക്ക് സ്വയം ഒരു നാണം വന്നു പോയി. ഇതെന്താണെന്ന് എനിക്ക് പറ്റിയെന്ന് അവന് തന്നെ അറിയുന്നില്ല. അവന്റെ നോട്ടം അമ്മയിലേക്ക് പോയി. അവിടെ അനിയേട്ടനെ നോക്കി നിൽപ്പാണ്. കുശുമ്പ് കൊണ്ടും എന്തിനോ വന്നൊരു ദേഷ്യം കൊണ്ടും ചെക്കന്റെ മുഖം വീർത്തു. താനിങ്ങനെ വെപ്രാളം കാണിക്കുമ്പോൾ അമ്മ എന്താ ഇങ്ങനെയെന്ന പോലെ. ആ നിമിഷം തന്നെ ചന്തുവിന്റെ നോട്ടം പാർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂർപ്പിച്ച് നോക്കുന്നവനെ നോക്കി കണ്ണു രണ്ടും തുടച്ച് ഒരു നിശ്വാസത്തോടെ ചന്തു അവന്റെ അടുത്തേക്ക് നടന്നു. അച്ഛനെ വിളിച്ച് അകത്തേക്ക് ഇരുത്ത് പാച്ചു, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ചെക്കൻ കണ്ണു മിഴിച്ച് ചന്തുവിനെ നോക്കുമ്പോഴേക്കും ചാന്ദിനി അടുക്കള ലക്ഷ്യമാക്കി നടന്നു കഴിഞ്ഞു. ഞാൻ വിളിക്കുന്നതിനാ, ഇങ്ങർക്ക് സ്വയം കയറൊന്നൂടെ? പാർത്തി ചുണ്ടൂർപ്പിച്ച് പിറുവിരുത്തുകൊണ്ട് കയ്യിലെ വിരലുകളൊന്നും ഞെരിച്ചു. അവന് ആ നിൽപ്പും വെപ്രാളവും പരവേശവുമെല്ലാം അനിരുദ്ധനും മനസ്സിലാവുന്നുണ്ട്. ആ നിമിഷം തന്നെ മുന്നിൽ നിൽക്കുന്നത് 10-28 വയസ്സുള്ള ഒരു യുവാവാണെന്ന് അയാൾക്ക് ഒട്ടുമേ തോന്നുന്നില്ല. ഒരു വികൃതി ചെറുക്കനെ അമ്മ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോലെയുള്ള അവന്റെ ആ ഭാവത്തിൽ അനിരുദ്ധന്റെ ചുണ്ടുകളൊന്ന് വിടർന്നു. ഇത്രയും നാളും താൻ അറിയാതെ പോയ കാണാതെ പോയ തന്റെ മകന്റെ എല്ലാ ഭാവങ്ങളും അനിരുദ്ധൻ അത്ര കണ്ട് ആസ്വദിച്ചാണ് നിൽക്കുന്നത്. ഒന്നും തനിക്ക് നഷ്ടപ്പെട്ടില്ലെന്ന പോലെ അവന്റെ മനസ്സിൽ എന്തോ ഒരു ആനന്ദം നിറഞ്ഞാടുന്നു. അപ്പോഴേക്കും പാർത്തിക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, താൻ വിളിക്കാതെ അങ്ങേരി കയറി വരില്ലെന്ന്. എന്തെങ്കിലും ആവട്ടെ വിളിച്ചേക്കാമെന്ന പോലെ പാർത്തിയുടെ ചൂടുകൾ അനിരുദ്ധന് നേർക്ക് നീങ്ങി. ആ നിമിഷം അച്ഛന്റെയും മകന്റെയും ഹൃദയതാളം അവരറിയാതെ തന്നെ പതിയിലും വേഗത്തിൽ മിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് പോകുന്ന നിശ്വാസത്തിന്റെ ശബ്ദം പോലും അവരുടെ ചെവിക്കുള്ളിൽ കേൾക്കുന്നു. ഒരു കൈയകലത്തിലാണ് അവർ രണ്ടുപേരും. ഒറ്റ നോട്ടത്തിൽ രണ്ടുപേർക്കും ഒരേ ഹൈറ്റാണ് തോന്നുമെങ്കിലും തലപ്പൊക്ക അനിരുദ്ധന് തന്നെയാണ്. പാർത്തി മിഴികൾ ഉയർത്തിയ ആളെ നോക്കി. രണ്ടുപേർക്കുള്ളിലൂടെയും ഒരു തീപ്പൊരി കത്തി കടന്നുപോയി. ചന്തുവിന്റെ അനിയേട്ടൻ വാ. അത്രയും പറഞ്ഞു തിരിഞ്ഞവൻ അകത്തേക്ക് പോയത് ആദ്യ അനിരുദ്ധന്റെ മിഴികളൊന്ന് വെട്ടിയെങ്കിലും പിന്നെ ഒരു ചിരിയോടെ തലയാട്ടി അവനും പാർത്തിക്ക് പുറകെ അകത്തേക്ക് കയറി. അവരിങ്ങ് കയറുമ്പോൾ സെറ്റിയുടെ അടുത്ത് കിടന്നിരുന്ന മന്മു തലവൊക്കി നോക്കി. പാർത്തി അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി തലയിരിച്ച് അടുക്കള ഭാഗത്തേക്കാണ് എത്തി നോക്കിയത്. ഈ അമ്മ എന്താ വരാത്ത്? ചായ എടുത്തു കഴിഞ്ഞില്ല ഇതുവരെ? ആകെ ഒരു വെപ്രാളത്തോടെ അവനെ നെഞ്ച് പിന്നെയും ശക്തിയിൽ മിടിച്ചു. പാച്ചു. ആ നേരം തന്നെയാണ് പിന്നിൽ നിന്നുള്ള അനിരുദ്ധന്റെ വിളി. പാച്ചോ? ഏതു പാച്ചു? ചെക്കന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. മുന്നേ കണ്ടപ്പോ ഇങ്ങനെയൊന്നല്ലല്ലോ വിളിച്ച്. പാർത്തിയുടെ കണ്ണും ചുണ്ടും ഒരുപോലെ കോർത്തു. എന്നാലും അനിരുദ്ധന് നേർക്ക് തന്നെ എന്താ എന്ന പോലെ തിരിഞ്ഞു നോക്കിയവൻ. ഇതും നിനക്ക് വേണ്ടി വാങ്ങിയാ ഞാൻ. കയ്യിൽ ആ വലിയ കവർ അവന് നേരെ നീട്ടിക്കൊണ്ടാണ് പറച്ചിൽ. പാർത്തിയുടെ കണ്ണുകളൊന്നും ചുരുങ്ങി. കൂടെ ഇത്തിരി മടിച്ചിട്ടാണെങ്കിലും ആ കവർ അവൻ വാങ്ങി ആളുകളെ ടീ പോയിലേക്ക് വെച്ചു. അതിലെന്താണെന്നറിയാൻ നല്ല ആകാംക്ഷയുണ്ട്. എന്നാലും അതിപ്പോൾ തുറന്നു നോക്കണോ നോക്കേണ്ടയോ എന്നൊരു സംശയത്തോടെ ചെക്കൻ നിൽക്കുന്ന സമയം അനിരുദ്ധന്റെ പിടി അവന്റെ കൈത്തണ്ടിൽ വീണു. തിരിച്ച് പാർത്തി അവനെ നോക്കുമ്പോഴേക്കും അനിരുദ്ധൻ അവനെ വാരിപ്പുണർന്ന് കഴിഞ്ഞു. ഷോക്ക് അടിച്ചാൽ പോലും ഇങ്ങനെ തരിച്ചു നിൽക്കില്ല ചെക്കൻ. ശ്വാസം പോലെ നിമിഷം നിലച്ച പോലെ അനിരുദ്ധന്റെ കൈക്കുള്ളിലാകെ ഫ്രീസായി നിന്നുപോയി പാർത്തി. ഇതുവരെ അവൻ അനുഭവിക്കാത്തൊരു ഫീലിൽ അവന്റെ ശരീരമാകെ മൊത്തം കുളിർന്നു. ഒരു നിമിഷം പാർത്തിക്ക് താൻ ഉരുകി ഒരിക്കും പോലെ തോന്നി. പോരെ ഡാ. അതിന്റെ കൂടെ ചങ്ക് പൊട്ടും പോലെ ഒരു വിളിയും. ആ വിളിയിൽ പാർത്തിയുടെ കണ്ണുകളൊന്ന് കലങ്ങിയോ അതറിയില്ല. എന്നാൽ അനിരുദ്ധന്റെ 2 കണ്ണ് കലങ്ങി നിറഞ്ഞിരുന്നു. നീണ്ട കൺപീരികളെ മറികടന്ന് പാർത്തിയുടെ തോളിലേക്ക് വീണ നീർത്തുള്ളിയിൽ അവന്റെ മെയ്യും മനവും പൊള്ളിയ പോലെ പിടഞ്ഞു. അനിരുദ്ധന്റെ കൈ അവന്റെ തലയിലും മുടിയിലും പുറത്തും തഴുകി തലോടി. സോറി. അവന്റെ മുഖം കൈക്കുമ്പിളെടുത്ത് പിടിച്ചുകൊണ്ടുള്ള ആ സോറി പറച്ചിലിന്റെ അർത്ഥം പാർത്തിക്ക് മനസ്സിലാവും. മുന്നേ അന്ന് താനടിച്ചവന്റെ കവളിൽ അനിരുദ്ധന്റെ ചുണ്ടുകൾ അമർന്നു കഴിഞ്ഞു. പാർത്തിയുടെ കണ്ണ് രണ്ടും ഇപ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകും പോലെ മിഴിഞ്ഞു. ആ നിമിഷം മുന്നേ താൻ കണ്ട പോലീസ് യൂണിഫോമിൽ അനിരുദ്ധൻ തന്നെയാണോ തന്നെ ഈ മുന്നിൽ നിൽക്കുന്നതെന്ന് വിശ്വസിക്കാൻ അവന് പ്രയാസം തോന്നി. അനിരുദ്ധൻ ഒന്നുകൂടെ അവനെ നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. അന്നേരം തന്നെയാണ് ഒരു ട്രേയിൽ അനിരുദ്ധനുള്ള ചായയും കട്ട്ലറ്റുമായി ചാന്ദിനി അങ്ങോട്ട് വരുന്നത്. അച്ഛന്റെയും മകന്റെയും ആ നിൽപ്പ് ഒരു പ്രാവശ്യമേ മര്യാദക്ക് കാണാൻ പറ്റിയുള്ളൂ ചന്തുവിന്. രണ്ടാമത്തെ വട്ടം നോക്കുമ്പോഴേക്കും കണ്ണീര് മൂടി കാഴ്ച മങ്ങിയിരുന്നു അവളുടെ. പാർത്തിയുടെ കൈകൾ ഇതുവരെ അനിരുദ്ധനെ തിരിച്ചു പുണർന്നിട്ടില്ല. എന്നാൽ വാരി പുണർന്ന് പിടിച്ചിരിക്കുന്ന അച്ഛന്റെ കൈകൾ തട്ടാനോ തള്ളാനോ ശ്രമിച്ചതുമില്ല.
അനിരുദ്ധനാണെങ്കിൽ എത്രത്തോളം അവനെ തന്നിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുമോ അത്രത്തോളം മുറുക്കെയാണ് പാർത്ഥിയെ നെഞ്ചോട് അടക്കി പിടിച്ചിരിക്കുന്നത്. എന്നിട്ടും മതിയാവാത്ത പോലെ തോന്നുകയാണ് അയാൾക്ക്. തങ്ങൾക്കെതിരെ മുന്നിൽ കണ്ണു നിറച്ചു നിൽക്കുന്ന ചന്തുവിനെ നോക്കിയും അനിരുദ്ധൻ കരഞ്ഞുകൊണ്ട് ചിരിച്ചു. ആൾക്ക് നേരെ അവന്റെ കൈകൾ ഉയർന്നു. ചാന്ദിനി ചായ കൊണ്ടുവന്ന ട്രേ അവിടെ വെച്ച് അവർക്കടുത്തേക്ക് വരുമ്പോഴേക്കും അനിരുദ്ധന്റെ കൈ അയഞ്ഞെന്നറിഞ്ഞ നിമിഷം പാർത്ഥി ആളിൽ നിന്ന് വിട്ടുമാറിയിരുന്നു. നിറഞ്ഞുപോയ കണ്ണുകളൊന്ന് ചിമ്മിയടച്ച് ചുവന്നുപോയ മുഖം ആരെയും കാണിക്കാതെ പെട്ടെന്ന് പാർത്ഥി പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവിടെ കിടന്നിരുന്ന മന്മു എല്ലാവരെയും നോക്കി അവന്റെ പിന്നാലെ പുറകെ തന്നെ പോയി. അങ്ങനെ പെട്ടെന്ന് ആരോട് അടുക്കുന്ന കൂട്ടത്തിലല്ല അനിയേട്ട അവൻ. പാർത്ഥി പോയ വഴിയെ നോക്കി നിൽക്കുന്നവന്റെ കയ്യിൽ ചാന്ദിനി മുറുകെ പിടിച്ചു. എന്നോടും അടുക്കില്ല. പറച്ചിലിനൊപ്പം പരിഭവവും പിണക്കവും കലർന്ന നോട്ടം ചാന്ദിനിക്ക് നേരെ വരുമ്പോൾ കാലം എത്ര കഴിഞ്ഞാലും ആളുകളുടെ സ്വഭാവം അങ്ങനെയൊന്നും മാറില്ലെന്ന് ചന്തുവിന് 100% ഉറപ്പായി. കാതിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.